ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന വർക്കല പാപനാശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. തീരം മോടി പിടിപ്പിക്കുന്നതിനടക്കം വേണ്ട ഒരു കാര്യവും ഇവിടെ നടപ്പാക്കുന്നില്ല എന്നതാണ് ഇവിടുത്തുകാരുടെ പരാതി. മനോഹരമായ തീരം, കടലിന് അഭിമുഖമായി നിൽക്കുന്ന പ്രകൃതിദത്ത കുന്നുകൾ, ഈ ഭംഗി ആസ്വദിക്കാൻ ആയിരങ്ങൾ എത്തുന്നുണ്ട് വർക്കല പാപനാശത്ത്. പക്ഷേ ഇവിടെ എത്തുന്നവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ദയനീയമാണ് സ്ഥിതി. തീരത്തോട് ചേർന്ന് കാൽനടയാത്രയ്ക്കായി നിർമ്മിച്ച നടപ്പാത ഇളകി അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളായി. സഞ്ചാരികൾക്ക് വിശ്രമിക്കാനും ഇരിക്കാനുമുള്ള ഇരിപ്പിടമില്ല. ബലിതർപ്പണം നടത്തുന്ന തന്ത്രിമാർ ടാർപോളിനും മുഷിഞ്ഞ തുണികളും കൊണ്ട് ഷെഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ ഒരു സ്ഥലം വളരെ മോശമായ രീതിയിൽ നമ്മൾ ആ പാപനാശത്തേട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. കൂടാരവും വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്ത്രിമാരുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സംഭവം. അത് നല്ല വൃത്തിയായ രീതിയിൽ ഉണ്ടാക്കി വെക്കാം. അതിന് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടാകണം. അതുപോലെ നടപ്പാത ആളുകൾ നടന്നു പോകാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഒന്ന് വരുന്ന ഒരു പ്രായമുള്ളവർക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശ്രമിക്കാൻ പോലും ഒരു ബെഞ്ചോ എന്തെങ്കിലും കൊണ്ട് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം തെങ്ങും തടിയുടെ പുറത്തും കല്ലിന്റെ പുറത്തും ഒക്കെ ആളുകൾ ഇരിക്കുന്നത്. പുതുതായി നിർമ്മാണം നടത്തിയ ടോയ്ലറ്റ് ബ്ലോക്കും നശിച്ചു. ഇവിടെ നിന്നുള്ള മാലിന്യം പരന്നൊഴുകുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും മേഖല സന്ദർശിച്ച് നിരവധി വികസന പദ്ധതികൾ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഒന്നും നടപ്പായില്ല. ക്ലിഫ് ഇടിയുന്നതിനടക്കം നടപടിയെടുക്കുന്നില്ല. ടൂറിസ്റ്റുകളിൽ നിന്നുള്ള വരുമാനം മാത്രം ലക്ഷ്യമിടുന്നതിനു പകരം സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാൽ നന്നാകുമെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. ന്യൂസ് 18 വർക്കല.